നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം ഓരോ നിമിഷവും വഷളായിക്കൊണ്ടിരിക്കെ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീറും സൗദി അറേബ്യൻ പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുകയാണ്. ഇറാൻ്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മേഖലയിലുടനീളം ഇറാൻ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും സൗദിയിലെ ആരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുണ്ടായ പ്രത്യാക്രമണവുമാണ് ഈ അടിയന്തര കൂടിക്കാഴ്ചയ്ക്ക് പശ്ചാത്തലമായത്. ആണവായുധ ശേഷിയുള്ള പാകിസ്ഥാൻ ഗൾഫ് മേഖലയിലെ സംഘർഷത്തിൽ നേരിട്ട് ഇടപെടാനുള്ള സാധ്യതകൾ ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ ആക്രമണം ഇതുവരെ പ്രതിരോധിച്ചിരുന്ന സൗദി പാകിസ്ഥാനെ ചാവേറുകളാക്കി ഇറാനെ ആക്രമിക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള ബന്ധം ചരിത്രപരമായി വളരെ സങ്കീർണവും എന്നാൽ തന്ത്രപ്രധാനവുമാണ്. 1947 പാകിസ്ഥാൻ രൂപീകൃതമായപ്പോൾ പാകിസ്ഥാനെ ആദ്യമായി അംഗീകരിച്ച രാജ്യം ഇറാനായിരുന്നു. എന്നാൽ കാലക്രമേണ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ഈ ബന്ധത്തിൽ വലിയ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. 2025 സെപ്റ്റംബറിൽ സൗദിയുമായി പാകിസ്ഥാൻ ഒപ്പുവെച്ച സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻറ്റ് നിലവിലെ സാഹചര്യത്തിൽ അതീവ പ്രാധാന്യമർഹിക്കുന്നു. നാറ്റോയുടെ ആർട്ടിക്കിൾ 5 സമാനമായി സഖ്യകക്ഷികളിൽ ഒരാൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണം എല്ലാവർക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന നിബന്ധന ഈ കരാറിലുണ്ട്. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി നേരിടാൻ തുർക്കിയെ കൂടി ഉൾപ്പെടുത്തി ഒരു ത്രിരാഷ്ട്ര പ്രതിരോധ സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമങ്ങളും സൗദി നടത്തുന്നുണ്ട്. ചുരുക്കത്തിൽ സൗദി ആക്രമണത്തിന് മുതിരുന്നുണ്ട് എങ്കിൽ പാകിസ്ഥാന് അവരുടെ സൈനികരെ വിട്ടുകൊടുക്കേണ്ടി വരും. പാക് പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി നടത്തിയ ചർച്ചയിൽ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തുവെങ്കിലും അത് സൈനിക വിന്യാസത്തേക്കാൾ ഉപരിയായി നയതന്ത്രപരമായ പിന്തുണയാകാം എന്നാണ് ഇതുവരെ കരുതിയിരുന്നത്. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന പാകിസ്ഥാന് മറ്റൊരു രാജ്യത്തെ യുദ്ധത്തിൽ പങ്കുചേരുന്നത് വലിയ ആഘാതമുണ്ടാക്കും. കൂടാതെ അഫ്ഗാൻ അതിർത്തിയിലെ പ്രശ്നങ്ങളും ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികളും നേരിടുന്ന പാകിസ്ഥാന് ഇറാനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ താങ്ങാനാവില്ലെന്ന് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്ലാമിക് നാറ്റോ എന്ന സങ്കല്പം യാഥാർത്ഥ്യമായാൽ അത് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കുമെന്നതിൽ സംശയമില്ല. തുർക്കിയുടെയും പാകിസ്ഥാൻ്റെയും സൈനിക സന്നാഹങ്ങളെ സൗദി ഉപയോഗിച്ചാൽ ഇറാന് വലിയ വെല്ലുവിളിയാകും. എന്നാൽ നിലവിൽ പാകിസ്ഥാൻ തങ്ങളുടെ പിന്തുണ പ്രസ്താവനകളിലും നയതന്ത്ര നീക്കങ്ങളിലും മാത്രമായി ഒതുക്കുമോ അതോ സൈനികമായി ഇടപെടൽ ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.